നമസ്കാരം. വാഹനത്തിന് പിഴയുണ്ടെന്ന പേരിൽ നിങ്ങൾക്ക് സന്ദേശങ്ങൾ വന്നിട്ടുണ്ട്. ജാഗ്രത പാലിക്കുക. അതോടൊപ്പം പെട്രോളിനും ഡീസലിനും വില കൂടുന്നു. വിശദമായ വിവരങ്ങളാണ് വീഡിയോയിൽ. പ്രധാന വാർത്തകളും വിവരങ്ങളും അറിയാൻ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പൊതുജനങ്ങളെ ലക്ഷ്യമിട്ട് ഇനി കപട സന്ദേശങ്ങളുടെ കാലമാണ്. വാഹനത്തിന് പിഴയുണ്ടെന്ന പേരിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ പേരിൽ വ്യാജ സന്ദേശം വാട്സാപ്പിലും മെസ്സേജിലുമായിട്ട് പലർക്കും ലഭിച്ചു വരുന്നു. പരിവാഹൻ എന്ന പേരിൽ നിങ്ങൾക്ക് സന്ദേശങ്ങൾ വരാം. അതിലെ ലിങ്ക് ക്ലിക്ക് ചെയ്യരുത്. സന്ദേശത്തിലുണ്ടാകുന്ന വാഹന നമ്പരും വിവരങ്ങളും നിങ്ങൾക്കുള്ളതായിരിക്കാം. അതാണ് ഈ തട്ടിപ്പിന് കരുത്തു നൽകുന്നത്. ആ ലിങ്ക് തുറക്കുന്നവരിൽ പലർക്കും ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടപ്പെടുന്നുണ്ടെന്നും പോലീസ് പറയുന്നു. അതിനാൽ ഇത്തരം സന്ദേശങ്ങൾക്കൊന്നും മറുപടി നൽകരുത്. തട്ടിപ്പിനിരയാൽ ഉടൻ തന്നെ 1930 എന്ന നമ്പറിലേക്ക് വിളിക്കുക. കൂടാതെ cybercrime.gov.in എന്ന വെബ്സൈറ്റ് വഴിയും പരാതികൾ നൽകാവുന്നതാണ്. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനിരയായാൽ 1 മണിക്കൂറിനകം തന്നെ വിവരം 1930 എന്ന നമ്പറിൽ അറിയിക്കുക. എത്രയും നേരത്തെ റിപ്പോർട്ട് ചെയ്താൽ നഷ്ടപ്പെട്ട തുക തിരിച്ചു ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇതൊക്കെയാകുമ്പോൾ തന്നെയും വാഹന ഉടമകൾക്ക് മറ്റൊരു തിരിച്ചടി കൂടി വന്നിരിക്കുകയാണ്. പെട്രോളിനും ഡീസലിനും വില വീണ്ടും വർദ്ധിക്കുന്നു. കേന്ദ്ര സർക്കാർ എക്സൈസ് ഡ്യൂട്ടി 2 രൂപ വർദ്ധിപ്പിച്ചു. ആഗോളതലത്തിൽ അസംസ്കൃത എണ്ണവില കുറയുന്ന സാഹചര്യത്തിലാണ് ഈ തീരുമാനം. ഉപഭോക്താക്കൾക്ക് ഇത് വലിയൊരു ബുദ്ധിമുട്ടൊരുക്കും. ഇപ്പോൾ തന്നെ പണപ്പെരുപ്പ് ഉയരുന്നതിന്റെ തിരിച്ചടി അനുഭവിക്കുകയാണ് സാധാരണ ജനങ്ങൾ. ഇതിനിടയിൽ ട്രംപിന്റെ തീരുവ നയങ്ങളിലെ അനിശ്ചിതത്വം രാജ്യാന്തര വിപണിയിലും പ്രതിഫലിക്കുന്നു. 2024 ഡിസംബറിൽ അസംസ്കൃത എണ്ണയുടെയും ജെറ്റ് ഇന്ധനത്തിന്റെയും കയറ്റുമതിയുടെയും നികുതി നീക്കത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോഴത്തെ ഈ വില വർധനവ്. പ്രധാനപ്പെട്ട 2 വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്തത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റു വാർത്തകളും അറിയിപ്പുകളുമായിട്ട് വീണ്ടും കാണാം.